സുസ്മിത പറഞ്ഞിട്ടല്ലേ ഞാൻ എണ്ണ തുടച്ചിടാതിരുന്നത്? അതെ, ആവശ്യമില്ലാത്ത ചോദ്യ ഉത്തരങ്ങളൊന്നും വേണ്ട. നിന്നോട് ചോദിക്കുന്നതിന് മാത്രം നീ മറുപടി പറഞ്ഞാ മതി. ആവശ്യമില്ലാത്ത വിശദീകരണമൊന്നും വേണ്ട. മനസ്സിലായോ നിനക്ക്? ഇതിന് ദൈവം ചോദിക്കും സുസ്മിതേ. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം. പോ. ശാലിനി, നീ ആദ്യ രാത്രി ആഘോഷിക്കാനിരുന്നല്ലേ? ഈ അടിയോടെ അതങ്ങ് ചീറ്റി. നീ വെല്ലുവിളിച്ചത് സുസ്മിതയാ. നിന്റെ ശാന്തി മുഹൂർത്തം മുടക്കാൻ ഈ സുസ്മിതയ്ക്ക് 2 തുള്ളി എണ്ണ മതി. നിന്നെ സന്തോഷിക്കാൻ വിടില്ലടി ഞാൻ. Hey. ദേവൻ മയങ്ങി അമ്മ എന്താ അവക്ക് പുതിയ ഡ്രസ് വാങ്ങി കൊടുക്കാൻ പോവാ? ഇവക്ക് മാത്രമല്ലടി, നിനക്കും ഉണ്ട്. ആ, നിങ്ങൾ രണ്ടാൾക്കും എടുത്തിട്ട് കാശ് തികഞ്ഞ ഞാനും എടുക്കും ഒരെണ്ണം. ആ, സത്യാമ്മയുടെ മൂത്ത മകന്റെ ഭാര്യയുടെ കുടുംബക്കാരല്ലേ മക്കളെ നമ്മള്. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? പോവാമേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം മക്കളെ. അല്ല, ഇപ്പൊ തന്നെ പോവാന്ന് അമ്മയല്ലേ പറഞ്ഞേ? മര്യാദക്ക് കേറിപ്പോയ രണ്ടും. പട്ടുപായം വാങ്ങാത്തന്നെ കുറവേ ഉള്ളൂ ഇനി. അമ്മേ വാടി ഇങ്ങോട്ട്. അമ്മേ വാ ശ്യാമേ. ശ്യാമേ, ഊണ് കഴിക്കാൻ ആരെങ്കിലും വിളിച്ചാ പോവല്ലേ? നമ്മള് നൂലുകെട്ടിന് പോയിട്ട് നിറച്ചുണ്ടെന്ന് പറഞ്ഞാ മതി. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്കൊന്നും കഴിക്കണ്ടല്ലോ. ഹാ, എന്ത് നല്ല സദ്യയായിരുന്നു. ശ്യാമേ, ചടങ്ങിനിട്ടുകൊണ്ട് പോയ പട്ടുകുപ്പായം നീ അതങ്ങ് ഊരിയിട്ടേക്കണേ. സത്യാമ്മയുടെ വീടിന്റെ മോടിക്കനുസരിച്ചെടുത്തതാ അത്. അതില് വെറുതെ ചെളി പറ്റിക്കണ്ട. മോളെ, പട്ടുകുപ്പായം വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അമ്മേ. പ്രീതി ചേച്ചിയുടെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മോളെ? ശാരി അറിഞ്ഞില്ലെങ്കിലും നീ കുറച്ച് കാര്യങ്ങൾ അറിയണം.
നമ്മള് തുണിയെടുക്കാൻ കടയിലേക്ക് ഇറങ്ങാൻ നേരമല്ലേ ശാന്തയും രാജിയും വന്നത്. അവര് അച്ഛനെ പറ്റി ഒരു വിവരം പറഞ്ഞു. അച്ഛനെ പറ്റിയോ? ആ, മക്കളറിയണ്ട, വേദനിക്കണ്ടെന്ന് കരുതി ഇത്രയും നാളും ശാരദ അത് സ്വന്തം നെഞ്ചിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. അച്ഛൻ നിങ്ങളുടെ കാര്യമൊക്കെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിന്റെ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അച്ഛനല്ലേ വന്ന് പരിഹരിച്ചത്? ആ പോൾസൺ വന്ന് നഷ്ടപരിഹാരമായി ചോദിച്ച തുക അച്ഛൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ ഇപ്പോഴും ശല്യമില്ലാതെ പഠിക്കുന്നു. പിന്നെ ഇവളുടെ കാര്യം, അക്കാര്യത്തിലും അച്ഛൻ ഉറപ്പ് പറഞ്ഞതാ. പക്ഷെ പണമിടപാടൊന്നും ഇല്ലാതെ ശാരിയും രാജീവ് സാറും ഒന്നിച്ചില്ലേ? ചുരുക്കി പറഞ്ഞ രണ്ടുപേർക്കും ഇപ്പൊ അല്ലലൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഓടി നടന്ന അച്ഛൻ കുറെ കാലമായിട്ട് എവിടെയാന്ന് അന്വേഷിച്ചോ രണ്ടാളും? രാജേശ്വരിയുടെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയി അച്ഛൻ. ഉള്ളതെല്ലാം വിട്ടുകൊടുത്തു. എന്നിട്ട് സർവ്വം ഉപേക്ഷിച്ച് അമ്പലപ്പറമ്പിലൊരു അഗതിയെപ്പോലെ അന്തി ഉറങ്ങായിരുന്നു അച്ഛൻ. നമ്മളിവിടെ രാമായണ പൂജയ്ക്ക് സദ്യ ഒരുക്കുമ്പോഴേ അച്ഛൻ അമ്പലത്തിലെ പടച്ചോറ് കൊണ്ട് വിശപ്പടക്കുമായിരുന്നു. അമ്മ വിളിച്ചതാ മോളെ, പക്ഷെ അച്ഛൻ വരാൻ കൂട്ടാക്കിയില്ല. എല്ലാം ഉപേക്ഷിച്ചൊരു ഭാവം. പിന്നെ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്നും കാണാതായി. എവിടെ പോയി ആർക്കും അറിയില്ല. അമ്മയുടെ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും അറിഞ്ഞില്ല. എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവണേന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നാ ശാന്ത പറഞ്ഞറിഞ്ഞത്. അമ്മേ, ആ സമയത്ത് പട്ടുകുപ്പായം വാങ്ങാനോ നൂലുകെട്ട് ആഘോഷിക്കാനോ ഒന്നും അമ്മയ്ക്ക് തോന്നിയില്ല മക്കളെ. നിങ്ങൾ അമ്മയെടുത്ത് പൊറുക്ക്. അച്ഛന്റെ അവസ്ഥ എന്താന്ന് അറിയാനായിരുന്നു തിടുക്കം. അവിടേക്ക് ഓടിയെത്താനാ മനസ്സ് തുടിച്ചോണ്ടിരുന്നത്. എന്നിട്ട് അമ്മ പോയില്ലേ? പോയി. എന്നിട്ട് രാമായണ പാരായണം നടത്തിക്കൊണ്ടിരുന്ന അമ്പലത്തിൽ നിന്ന് ഗോപാലേട്ടൻ പുറപ്പെട്ടു പോയെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞത്. ആളെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ആള് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാ. രോഗവിവരം മറ്റാരും അറിയാതിരിക്കാനും ആർക്കും ബാധ്യത ആവാതിരിക്കാനും അച്ഛന് തോന്നിയൊരു ഉപായം അത് പിന്നീടായി എനിക്ക് മനസ്സിലായത്. ഗോപാലേട്ടാ, അവിടെ ആരും ഇല്ലേ? ആരും ഇല്ലെന്ന്. എന്താ ഗോപാലേട്ടാ? ഇവരെന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് ഓടി വാ. എന്താ ഇല്ലമ്മേ ഗോപാലേട്ടന്റെ അസുഖം? TB ആന്നേ. പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ക്ഷയരോഗം അല്ല, അതിന്റെ പുതിയൊരു വകഭേദം. പൂർണ്ണമായിട്ട് ഭേദപ്പെടാനും ബുദ്ധിമുട്ടാന്നാ ഡോക്ടർമാര് പറയുന്നേ. ഗോപാലകൃഷ്ണന്റേതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ പുറത്തേക്കൊരൊറ്റ കുറിപ്പാ. അതിക്കുറച്ച് പിന്നെ കമ്മീഷന്റെ ഇടപാട് കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കും. ഇടയിൽ പെടുന്നത് ഗോപാലകൃഷ്ണനെ പോലുള്ള പാവപ്പെട്ട രോഗികള്. 10 രൂപയുടെ റൊട്ടി വാങ്ങാൻ ഗതിയില്ലാത്തവര് 10,000ന്റെ മരുന്ന് എങ്ങനെ വാങ്ങാനാ? ഈ കണക്കിന് പോയ രാജേശ്വരി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും കേട്ടോ. ഇവിടെ കിടന്ന് തന്നെ അങ്ങ് അച്ഛൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മോളെ.
അച്ഛന് ഇപ്പൊ ഒരു സഹായം വേണ്ട അവസ്ഥയാ. അമ്മയെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതൊക്കെ അമ്മ കൂട്ടിയിട്ടുണ്ട്. അമ്മയുടെ ആഭരണങ്ങളൊക്കെ പണയം വെക്കാൻ പോവുക. എന്നാലും തികയും തോന്നുന്നില്ല മോളെ. നിന്റെ കാതിലെ കമ്മലും കൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ അമ്മ? ശാരിയുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാൻ വയ്യ. എന്തായാലും അവളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ. മോളെ, ഇത് നിന്റെ താലിമാലയല്ലേ കുഞ്ഞെ? താലിയെടുത്താ പിന്നെ അത് ഒരു മാല മാത്രമല്ലേ അമ്മ? ഒരു ശരടി കോർത്തിടാന്നതല്ലേ ഉള്ളൂ താലി. അതുപോലെ തന്നെ പ്രധാനോ എനിക്ക് എന്റെ അച്ഛനും. മോളെ, അമ്മ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചാലും ഞാൻ ഗോപാലകൃഷ്ണന്റെ മകളല്ലാതാവൂ അമ്മ. മോളെ, അമ്മ സത്യമായും സുസ്മിത തുടച്ചിടാന്ന് പറഞ്ഞതുകൊണ്ടാ കുഞ്ഞെ ഞാൻ. എന്നോട് നിർബന്ധമായി അവിടുന്ന് പോകാനും പറഞ്ഞു. കുഞ്ഞെ, പൊന്നെ പൊയ്ക്കോ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ കുഞ്ഞെ? ഞാൻ പൊയ്ക്കോ പൊന്നെ. പിണക്കം മനസ്സിൽ വെച്ച് പറഞ്ഞൊന്നുമല്ല. ശാലിനി,
എടോ എടോ എന്തെങ്കിലും ഒന്ന് പറയടോ. എന്റെ നെഞ്ചിങ്ങനെ കീറി മുറുക്കി അയാളുടെ മൗനം. ഞാൻ തല്ലിയത് ഇയാളോടുള്ള ദേഷ്യത്തിലാണെന്നാണോ വിചാരം? എടോ സത്യത്തിൽ അത് ഇയാളോടുള്ള സ്നേഹം കൊണ്ടാ. അമ്മയ്ക്ക് അച്ഛനെന്ന് പറഞ്ഞ ജീവന. അമ്മ വീഴാൻ പോയതല്ല, അച്ഛൻ വീൽ ചെയറിന്ന് വീഴാൻ പോയതാണ് പ്രശ്നം. എടോ അച്ഛനൊരു ആപത്തുണ്ടായി അതിന് കാരണക്കാരായവരെ അമ്മ വെച്ചേക്കില്ല. എടോ ഇന്നും അത് തന്നെ സംഭവിക്കുമായിരുന്നു. എടോ എണ്ണ വീഴ്ത്തിയത് ഇയാളാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയുടെ ദേഷ്യം ഇയാൾക്കെതിരെ തിരിയുന്നത് ഞാൻ കണ്ടതാ. ബാബ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ എണ്ണ വീണതാ. എടോ ഇയാളെ മുഴുവനായിട്ട് കത്തിച്ച് കളയാൻ മാത്രം തീയുണ്ടായിരുന്നു അമ്മയുടെ കണ്ണില്. പിന്നെ അമ്മ എന്താ ചെയ്യാന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല. അമ്മ എന്തെങ്കിലും കടുങ്കായി പ്രവർത്തിക്കുന്ന ഉറപ്പായിരുന്നു. എടോ ഒരുപക്ഷെ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്നെ. എടോ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇയാളെ തല്ലി. അതുകൊണ്ട് തന്നെ അമ്മയുടെ ശ്രദ്ധ മാറി. സഹതാപം ഇയാളോടായില്ലേ? എടോ തന്നെ തല്ലണ്ടെന്ന് വരെ പറഞ്ഞില്ലേ? എടോ അല്ലെങ്കിൽ എന്തോ ആയിരുന്നു ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ. എടോ അതങ്ങനെ പറ്റിപ്പോയി. എടോ അതിന് എന്ത് പിഴ ഞാൻ കൊടുക്കേണ്ടത്, എന്ത് പ്രായച്ചിത്ത ചെയ്യേണ്ടതെന്ന് ഇയാൾ പറ. അല്ലെങ്കിൽ ഞാൻ എന്തായി കാണിക്കുന്നേ? ഇയാൾ എന്നോട് പിണങ്ങരുത്. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇയാൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ വിധിച്ചോ, വഴക്ക് കൂടിക്കോ, എന്ത് ചീത്ത വേണമെങ്കിൽ വിളിച്ചോ. എന്നിട്ടും ദേഷ്യം തീർന്നില്ലെങ്കിൽ എന്നെ അടിച്ചോ. താൻ എന്നോട് മിണ്ടാതെ മാത്രം ഇരിക്കരുത്. ഈ കൈ വെച്ചല്ലേ തന്നെ ഞാൻ അടിച്ചേ. ഈ കൈ അങ്ങ് പോട്ടെ. എന്റെ കൈ കൂടി കൂട്ടിയിടിക്കും വിഷ്ണുട്ടൻ. വിഷ്ണുട്ടന്റെ കൈക്ക് എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അത് എന്റെ കൈ തകർന്നതിന് ശേഷം മാത്രം. വിഷ്ണുട്ട, ഏട്ടനോട് പിണങ്ങി മിണ്ടാതിരുന്നതല്ല ഞാൻ. ഏട്ടന്റെ സ്ഥാനത്ത് ചിലപ്പോ വേറെ ആരായിരുന്നെങ്കിലും ഒരുപക്ഷെ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ സുസ്മിത എന്നോട് ചെയ്ത ചതിയെ പറ്റി കൂടി അറിഞ്ഞപ്പോ എനിക്കാകെ വല്ലാതായി. കുറച്ചു സമയം ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. സുസ്മിതയാ? അതെ വിഷ്ണുട്ട, എണ്ണ വീണത് എന്റെ കയ്യിൽ നിന്ന് തന്നെയാ. പക്ഷെ അതിനുശേഷം ഈ എണ്ണയൊന്ന് തുടച്ചിട്ടേക്കാവോ? അയ്യോ താഴെ പോയോ? തുടയ്ക്കാലോ. പൊന്നി, എണ്ണയൊക്കെ ഞാൻ തുടച്ചോളാം, നീ താഴേക്ക് ചെല്ല്.
ഇതാ ഉണ്ടായത്. ഇയാൾക്ക് ഇത് അവിടെ വെച്ചെന്നെ പറയായിരുന്നില്ലേ? എങ്കിലും അമ്മ അവൾ അവിടെ വലിച്ചു കയറിയായിരുന്നല്ലോ. രണ്ടും കൂടി കോംപ്രമൈസ് ആയോ? അതിനുള്ള സാവകാശം കിട്ടിയില്ലല്ലോ വിഷ്ണുവേട്ടാ. മാത്രല്ല സുസ്മിതയെ ഈ ചതി ചെയ്തെന്ന് ഇപ്പൊ പൊന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. രണ്ടും പതിവ് പോലെ എന്റെ നെഞ്ചത്തേക്ക് തന്നെയാ. എന്നാലും വിടാൻ പാടില്ലല്ലോ അവളെ.